പിടിച്ച് ഇരുത്തുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ മാത്രം സുഖമില്ലാണ്ടിരിക്കുന്നു, ബാക്കി എല്ലാവർക്കും സുഖം. ഓക്കെ, ഇതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ വീട് ഇങ്ങനെ ഇരുത്തണം, വീട് ഇങ്ങനെ പിടിച്ച് മറ്റേ ചങ്ങലൊക്കെ ഇങ്ങനെ ഇരുത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നേ ടൈനിലി എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ ഗ്രാമം, അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി, പേര് അമൃത, വയസ്സ് 18. അവിടെ തൊട്ടടുത്ത ഗ്രാമത്തിലെ അന്നൂർ എന്ന ഗ്രാമത്തിലെ പറയാൻ പോലെ എനിക്കറിയാം. എന്താ പറയുക, ഞാൻ നല്ലതേ പറയുന്നതിനെ പറ്റി, നല്ലത് മാത്രമേ പറയൂ. ഓക്കെ, അപ്പോൾ അന്നൂർ എന്ന ഗ്രാമത്തിലെ ഒരു ചുള്ളൻ ചെക്കൻ, ചുള്ളനല്ല കൊള്ളൻ, ചുള്ളൻ ചെക്കൻ. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ പറയാം, ശരിക്കും ഞാൻ സീരിയസ് ആയിട്ടിരിക്കട്ടെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ആ ഓക്കെ, നീ കേട്ടോ, നമ്മളെ ലവ് സ്റ്റോറി. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ ചില സാങ്കേതിക കാരണം കൊണ്ടല്ല. അപ്പോൾ അവളിങ്ങനെ, ഞാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ അവൾ കാരണം നമ്മളിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നു. പക്ഷെ അവൾ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലില്ല. ഓക്കെ, അപ്പം ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മു നീ അടിയില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. പറഞ്ഞു അവൾ കുറിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രം, ഒരു അറയാണ്, മറ്റേ തെയ്യം അതും ഇതെല്ലാം കഴിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് എത്ര മീറ്റർ ഉണ്ടാവും? 300 മീറ്റർ, അത്രയും നടക്കാനില്ല, ഒരു 4-5 മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ആടാന്ന് വെച്ചാൽ ഭയങ്കര വലിയ 4 ദിവസം കൊണ്ടാടുന്ന ഭയങ്കര വലിയ ഉത്സവമാണ്. അത് കാണാൻ വേണ്ടി എത്രയോ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരലുണ്ട്. അപ്പം അത്രയും വലിയ പരിപാടി, വെടിക്കെട്ട് അത് ഇതെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ആടെ എന്തോ പൂരക്കളീൻ്റെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. പൂരക്കളി മത്സരം, അത് മറ്റേ തെയ്യല്ല, പൂരക്കളി മത്സരം ഞാനെന്ന് തോന്നുന്നു. അപ്പോൾ അവള് പറഞ്ഞു അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മടിയാവുന്നു, ഞാൻ വരുന്നില്ല. പിന്നെ ഒരുപാട് ആളുണ്ടായിരുന്നു അവിടെ, പക്ഷെ എനിക്ക് ഭയങ്കര മടിയായി, എനിക്കെന്തോ മടിച്ചു. സാധാരണ എല്ലായിടത്തും ഞാനാണ് മുമ്പിൽ കീഞ്ഞു പോലെ, പക്ഷെ പ്രാവശ്യം എനിക്കെന്തോ മടി കിട്ടിയിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ചേട്ടൻ പിന്നെ ഒന്നും മലപ്പുറത്തൊന്നുമാണല്ലോ. ഓക്കെ, ഇനി ഇത് പറയട്ടെ. എന്നിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ച്, പിന്നെ ഞാൻ വെച്ചാൽ ഓൾ ഇങ്ങനെ നിർബന്ധിച്ച് ലാസ്റ്റ് ഞാൻ വെച്ചാൽ പോവാം, എന്തായാലും പോട്ടെ പോവാം, ഓൾ എന്തായാലും വിളിച്ചല്ലേ, കുറേ വിളിച്ചല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ ആടുന്ന് പൂരക്കളി കാണുമ്പോൾ അതെ എൻ്റെ ഞാൻ അത് കളർ ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞു അന്ന്. ഓറഞ്ച് ഓറഞ്ച് ഡ്രസ്സെല്ലാം ഉണ്ട് എനിക്ക്. ഓറഞ്ച് ഞാൻ എന്ത് ഡ്രസ്സ് ടൈപ്പ് ഡ്രസ്സായിട്ട് നോക്കുന്നുണ്ടോ? അല്ലേ സൂപ്പർ അല്ലേ? ചുരിദാർ ഓറഞ്ച്. പിന്നെ നീട്ട ഡ്രസ്സ് ഇപ്പൊ എത്ര വർഷം? 5-6 2018 24 6 വർഷം കഴിഞ്ഞു. അതിന് മുന്നേ 6 വർഷത്തിന് മുന്നേ ഏതോ ഒരു ദിവസം നീട്ട ഡ്രസ്സ് ഞാൻ ഓർത്തില്ല. ഏതോ ഒരു ദിവസമല്ല, ആദ്യ ദിവസം. അല്ല ടൈം പാസിന് വന്നതാ അങ്ങോട്ടേക്ക്. കഥ പറ വീഡിയോ ഓഫ് ആക്കിട്ടാ വേണ്ടി തരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്താക്കിയെന്ന് വെച്ചാല് ഞാൻ എന്നിട്ട് പോയിട്ട് ഇങ്ങനെ പൂരക്കളി കാണുമ്പോൾ എൻ്റെ ഇടത് സൈഡിൽ നിന്ന് 2 കണ്ണുകൾ ഇങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ കൊള്ളാലോ. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പൊട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു പ്രായമല്ലേ നമുക്ക്, 18 വയസ്സെന്ന് പറയുമ്പോൾ. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കുറേ നേരം നോക്കി, കുറേ ടൈം ഇങ്ങനെ ഇരുന്ന് കിടന്ന് നോക്കിയുണ്ട്. ഞാൻ മൈൻഡാക്കിയില്ല. പിന്നെ ഞാൻ വെച്ച് കുറേ നേരം ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ
പുള്ളിക്കാരനെ കാണാനില്ല. പുള്ളി അവിടുന്ന് മുങ്ങി. എങ്ങോട്ടാ മുങ്ങിയേ? എവിടെയാ പോയി? അടുത്ത പെണ്ണിന്റെ ബാക്കിലേ. ശരിക്കും നീ അടുത്ത ഏതോ പെണ്ണിനെ കടിച്ചു പോയതാ. പോടാ. പിന്നെ ഇവരെ കാണുന്നില്ല. ഓക്കെ, ഞാൻ പിന്നെ അതങ്ങ് വിട്ട്. അപ്പൊ നമ്മിങ്ങനെ ജസ്റ്റ് വായി നോക്കുമ്പോ ഒരു ചെക്കനെ കണ്ട് ഇഷ്ടപ്പെട്ട് ആടെ കഴിഞ്ഞു. നമ്മ എല്ലാരും അല്ലേ, എല്ലാരും. നീയെല്ലാം എത്ര ആൾക്കാരെ വായി നോക്കിയിട്ടുണ്ടാവും? എണ്ണാൻ പറ്റുമോ? അങ്ങനെ ലാസ്റ്റ് എന്താക്കിന്ന് വെച്ചാല് പിന്നെ ഇത് പോയല്ലേ, ഞാനൊന്ന് വെറുതെ നീ പറഞ്ഞ പോലെ നീയും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും. അതിനിപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന്. നിങ്ങളങ്ങനെ ആയിരിക്കില്ല. ഞങ്ങൾ ഇതുപോലെ വെറുതെ വൈകുന്നേരം ഒരു പണിയില്ലാതിരിക്കുന്ന സമയം ഞാൻ വീട്ടൊക്കെല്ലാം കഴിഞ്ഞു. കാര്യമായിട്ട് പണിയൊന്നും തന്നെ അച്ഛൻ്റെ ഓഫീസിൽ തോന്നുന്നു. വേറെ പണിയൊന്നുമില്ല. വൈകുന്നേരങ്ങളിൽ ഇത് തന്നെ പരിപാടി. അങ്ങനെ ഞാനും വെറുതെ ഇറങ്ങിയത്. നീ ഇറങ്ങിയ പോലെ ഞാനും ഇറങ്ങി. ഞാൻ വരണമെന്ന് വിചാരിച്ചതല്ല. എന്നോട് ഇതേപോലെ ബൈക്ക് പൂരക്കളി തെയ്യൊന്നല്ല. ഞാൻ വെറുതെ വന്നു. വിളിച്ചോണ്ട് വന്നു, ബൈജു വിളിച്ചോണ്ട് വന്നു. വെറുതെ രണ്ടാളും വെറുതെ പോയതാ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് കാണുന്ന എപ്പോഴാന്ന് വെച്ചാല് മുച്ചിലോട്ട് തെയ്യത്തിനല്ലേ. കാരണം ഞങ്ങൾ അടുത്തടുത്ത് വീട് അടുത്തടുത്ത് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ടൗണിലേക്ക് പോകണമെങ്കിൽ മിഥുന് പയ്യന്നൂർ ടൗണിലേക്ക് പോകണമെങ്കിൽ എന്റെ വീട് കഴിഞ്ഞിട്ട് വേണം മിഥുന് പോകാൻ വേണ്ടി. അപ്പൊ ഞാനാണെങ്കിലും ഇങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിലും കൂടി നമ്മളിങ്ങനെ വണ്ടി എടുത്ത് പോകും. അപ്പൊ ഇവന്റെ വീട്ടിന്റെ സൈഡിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഇപ്പൊ ആ ടൈമിൽ എനിക്ക് ഇവന്റെ വീട് അവിടെ ആണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെയെല്ലാം പോകലുണ്ട്, അങ്ങനെയെല്ലാം കാണലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. പിന്നെ ചിരിക്കലുണ്ട് നമ്മളില്ല. പിന്നെ ചിരിക്കലൊന്നുമില്ല, ജസ്റ്റ് കാണും അത്രമാത്രം. എന്നിട്ട് പിന്നെ നമ്മള് പൂരക്കളി അല്ല തിരുവാതിര. ഇവിടെ മുച്ചിലോട്ട്, അതായത് നമ്മളെ മുച്ചിലോട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം തെയ്യം നടക്കുന്നു. അപ്പം മിഥുവിന്റെ ഫ്രണ്ട്സും എല്ലാവരും ആ മുച്ചിലോട്ട് ഏരിയയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഥു ഒരുപാട് ടൈം മുച്ചിലോട്ടിൻ്റെ അടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ എത്രയോ 100 ആളോ 150 ആൾ ഇങ്ങനെ തിരുവാതിര നടക്കുന്നത്. അപ്പം എനിക്ക് ഡാൻസൊക്കെ കളിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ അത്യാവശ്യം ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കുറച്ച് ഗ്യാങ്ങൊക്കെ എനിക്കുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ തിരുവാതിരയ്ക്ക് പോകുമ്പം ഒരാള് എന്താ പറയാ, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ. പൊതുവെ ഡ്രസ്സിങ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇത് കുറച്ച് യുണീക്കായിട്ട് തിങ്ക് ചെയ്ത് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ വേറെ മിഥുനെ പുകത്തി പറയുന്നതോ അല്ലെങ്കിൽ വേറെ ആരും കേട്ട് പറയുന്നതല്ല. ഇത് ഡ്രസ്സിങ്ങിലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഇതാക്കുന്ന ഒരാളാണ്. പിന്നെ മിഥുവിൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കട്ട ആ സൗണ്ട് ആക്കിക്കൊണ്ട് നമ്മൾ തിരുവാതിര കളിക്കുന്ന ഇവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇടയ്ക്കിടയ്ക്ക്. എന്തിനാ ശരിക്കും പോയിക്കൊണ്ടിരുന്നത് എന്നാ നോക്കാണല്ലോ. പിന്നെ മുച്ചിലോട്ട് വഴി പാടല്ല, ഇങ്ങനെ ചുറ്റി വീട്ടിലേക്ക് ശരി. എല്ലാം അതിലേക്കൂടെ ആണല്ലോ. ഓക്കെ, അങ്ങനെ ഇവൻ എപ്പോഴും ഞാൻ കാണലുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇവനെ ട്രോളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടി ഇവനെ ചുമ്മാ ഇങ്ങനെ ട്രോളും. അങ്ങനെ ഒരു ദിവസം പിന്നെ നമ്മളിങ്ങനെ ഇവനെ പറ്റി എന്തോ പറയുന്നു. ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആര്യ, അവളോട് ഇങ്ങനെ പറയുന്നു മിഥുവിനെ പറ്റി എന്തോ. അപ്പോൾ മിഥുവിൻ്റെ ഒരു കസിൻ ചേച്ചി, അതായത് ആ ചേച്ചി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ ചേച്ചി അതിങ്ങനെ കേട്ടു. അപ്പം ഞാൻ അറിയുന്നുണ്ടാ അത് മിഥുവിൻ്റെ കസിനാണ്. ഞാനെന്തോ മിഥുവിനെ പറ്റി കേട്ടിട്ടുണ്ട് മോശമായിട്ടൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത് ഞാൻ ഇങ്ങനെ എന്തോ പറയുമ്പോൾ പറഞ്ഞു അത് ആ വായി നോക്കി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ആ ചേച്ചി ചോദിച്ചു ആരെ പറ്റി പറയുന്നേ? ഞാൻ പറഞ്ഞു ആ ചേട്ടൻ, അത് നിങ്ങൾക്ക് അറിയോ? നമ്മൾ പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ഇന്നെന്താ പറഞ്ഞേ എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് എന്നോട് ചോദിച്ചു നല്ല ചെക്കനാണ്, നല്ല ഫാമിലിയാണ്, നല്ലോണം പഠിച്ച ചെക്കനാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ശരി, ആ ഒരു രീതിയിൽ ഞാൻ പിന്നെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നമ്മളെ അടുത്ത് വന്നിട്ട് ഒരാളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. എനിക്ക് ശരിക്കും ആദ്യം ഇതിനോട് തോന്നിയ ഒരു റെസ്പെക്റ്റാണ്. എന്താന്ന് വെച്ചാൽ പിന്നെ ബാക്കി കഥ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ അതിന് ശേഷം ജയിച്ചു പറഞ്ഞു എൻ്റെ കസിനാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി അടിപൊളി. അതിന് ശേഷം എന്താക്കാന്ന് വെച്ചാൽ മിഥുനോട് എനിക്ക് ശരിക്കും റെസ്പെക്റ്റ് തോന്നി എപ്പോഴെന്ന് വെച്ചാൽ പിന്നെ മിഥുവിൻ്റെ അമ്മയും അച്ഛനും കുറച്ച് സാമൂഹിക കാര്യങ്ങളിൽ കുറച്ച് സാമൂഹിക പ്രവർത്തകരാണ്. അതായത് പാർട്ടി അല്ലെങ്കിൽ അമ്മയാണെങ്കിലും ഇപ്പോൾ KSTM ഒക്കെ എന്തൊക്കെ സംഭവങ്ങളിലാണ് എനിക്ക് വ്യക്തിയായിട്ട് പറഞ്ഞാൽ അറിയില്ല. എനിക്കറിയാം
എന്തോ മെമ്പറാണ്, അമ്മ ടീച്ചറാണ്. അപ്പോൾ ഇങ്ങനെ അമ്മയൊന്നും വീട്ടിലില്ലാത്ത ടൈമിൽ മിതുവാണ് വീട്ടിലെ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ. അന്ന് നീ എന്നെ വീഴ്ത്താൻ വേണ്ടി പറഞ്ഞാന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ആ സംഭവം ഞാൻ ശേഷം ഒരിക്കലും നിന്നെ ഒരിക്കലും പറയട്ടില്ല. അങ്ങനെ ഒരു ടോക്ക് എന്നിട്ട് അങ്ങനെ ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നി. അതിനുശേഷം ഞാൻ ഇങ്ങനെ മിതുവിനെ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്തിട്ട് നീ എന്നെ സെർച്ച് ചെയ്തേ, കുറെ സെർച്ച് ചെയ്തു. മിതു ഇൻസ്റ്റാഗ്രാമിൽ എന്നെ സെർച്ച് ചെയ്തു. അതല്ല കോമഡി. മിതു വിചാരിച്ചെന്നറിയാം ഞാൻ തീരെ അപ്ഡേറ്റഡ് അല്ലാന്ന് വിചാരിച്ചു. മിതു എന്നെ സെർച്ച് ചെയ്തത് അങ്ങ് ഫേസ്ബുക്കിൽ പോയിട്ട്. ഞാനുണ്ടോ ഫേസ്ബുക്കിൽ? ഞാൻ ഉണ്ട് അങ്ങനെ തുടങ്ങി അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ മിതുവിനെ എന്നെ സെർച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. മിതു ആരോടൊക്കെയോ ചോദിച്ചു എന്റെ പേരൊന്നും, പക്ഷെ മിതുവിനെ കിട്ടിയിട്ടില്ല അല്ലേ? എന്റെ പേര് കിട്ടിയില്ലേ? പേര് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മിതുവിന് കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ മിതുവിനെ കിട്ടി. ഞാൻ ആദ്യം റിക്വസ്റ്റ് അയച്ചിട്ടില്ല. ഞാൻ ഇൻസ്റ്റാ പേര് നിന്റെ പേര് ചോദിച്ചു, പേരറിഞ്ഞു. എന്നിട്ട് ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ കുറച്ച് തപ്പി. പിന്നെ ഞാൻ അത്ര സീരിയസ് ആയി എടുത്തിട്ട് ഞാൻ വിട്ടത്. ഞാനും അങ്ങനെ തന്നെ, ഞാനും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തു, എനിക്ക് സെർച്ച് ചെയ്തപ്പോ തന്നെ കിട്ടി. ഞാൻ പിന്നെ ഒന്ന് പ്രൊഫൈൽ എടുത്ത് ഞാൻ ഒഴിവാക്കി. പിന്നെന്തോ ഞാൻ ഇങ്ങനെ അപ്പോ ഇങ്ങനെ പിന്നെ ആദ്യം അപ്പോ നോക്കി, എനിക്ക് കാണുന്നില്ല, പിന്നെ എഴുതിയിട്ട് കിട്ടുന്നില്ല. ഞാൻ ആദ്യം എന്തെങ്കിലും ഞാൻ മറന്നുപോയി, നിന്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ മറന്നു. ഞാൻ എന്തെങ്കിലും സെർച്ച് ചെയ്ത് ഇങ്ങനെ പേര് കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചാൽ എന്തായാലും നാട്ടിലൊരു ചേട്ടൻ, നമുക്കറിയാലോ, ഒരു ബ്രദർലി ഒരു ഫീല്. അതുകൊണ്ട് ഞാൻ എന്താക്കി വെച്ചാൽ അപ്പം തന്നെ റിക്വസ്റ്റ് അയച്ചു. ഇനിയിപ്പോൾ പിന്നെ ഒരു ദിവസം സെർച്ച് ചെയ്ത് കിട്ടാണ്ടായാലോ എന്ന് വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ എനിക്ക് റിക്വസ്റ്റ് അയച്ചു. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചിങ്ങോട്ട് ഫോളോ ചെയ്യ ഒരു മെസ്സേജ്. ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് അയച്ചതിന് കുഴപ്പമില്ല, ഞാൻ ആ റിക്വസ്റ്റിന് തിരിച്ചൊരു ഫോളോ ചെയ്തതിനാണ് ഫസ്റ്റ് നീയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ചിരിച്ചോണ്ട് കളിയാക്കിക്കൊണ്ട് എനിക്ക് ചിരിക്കാൻ പാടില്ലേ? നീ ഫസ്റ്റ് ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചതുകൊണ്ട് ഇതെല്ലാം തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്കും നീ എന്റെ വഴിക്കും കൊണ്ട് രണ്ടാൾക്കാരാണ്. വിധിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഞാൻ നീ കല്യാണം കഴിക്കേണ്ടതാണെങ്കിൽ ഞാൻ നീന്റെ കല്യാണം കഴിക്കും. ഓക്കെ. അപ്പൊ എന്താക്കിയെന്ന് വെച്ചാല് മിതു എനിക്ക് എന്താ ഇങ്ങോട്ട് മെസ്സേജ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വെറും മഡവ്. ഹായ് അയച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചായ കുടിച്ചു കഴിച്ചു കഴിഞ്ഞാല് റിപ്ലൈ തരില്ല. കാര്യം പറയാനുണ്ടെങ്കിൽ റിപ്ലൈ തരും. അപ്പൊ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. ആരെങ്കിലും ലൈൻ അടിക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജിന് മിതുവിന്റെ ട്രൈ ചെയ്ത് നോക്കി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ നമുക്കൊരു ക്യൂരിയോസിറ്റി സ്വാഭാവികമായിട്ട് പമ്പിളാക്കി, എന്ത് കാര്യം പറയാനില്ല. പ്രത്യേകിച്ച് നമുക്ക് അറിയുന്ന ഒരാള്, നമ്മൾ ഇങ്ങനെ കാണുന്ന ഒരാള്, ചിരിക്കുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരാൾ ഒരു കാര്യം പറയാണ്ട് പറയുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ നോക്കും. ഞാൻ ചോദിച്ചു എന്ത് കാര്യം പറയാനില്ല. അങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്തു. ആദ്യം ഞങ്ങൾ ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിരുന്നു. ബ്രോ ഞാൻ ബ്രോ എന്ന് ചോദിച്ചു അല്ലേ? നീയോ? മിതു അല്ല, മിതു വിളിക്കൂല പറഞ്ഞു. ആ ഒരു ഇലങ്ങ് പോയി. പിന്നെ എപ്പോഴോ പ്രപ്പോസ് ചെയ്തു, ഓക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പക്ഷെ ഒരു വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, നമ്മളെ റിലേഷൻ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ലോങ് ഡിസ്റ്റൻസ് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. 4-5 വർഷം ഞങ്ങൾ 6 വർഷം പ്രേമിച്ചതിൽ 5 വർഷം ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. 4 വർഷം. അപ്പൊ നമ്മൾ 6 വർഷം ആയിട്ടില്ലേ? ഒരു കൊല്ലം നമ്മള് ഒരു കൊല്ലം കോവിഡ് അല്ലേ? ഓ ശരിയാ. 4 വർഷം ലോങ് ഡിസ്റ്റൻസ് കുറച്ച് പണിയായിരുന്നു. പക്ഷെ എന്നാലും എന്തോ ഒരു സംഭവം വർക്കൗട്ട് ആയതുകൊണ്ട്, നമ്മളെ ഇടയിൽ എന്തോ ഒരു സംഭവം വർക്കൗട്ട് ആയതുകൊണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ? ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ല ജീവിതം എടാ. ആൾക്കാർ തെറ്റിയിരിക്കടാ, നീ നേരെ പറഞ്ഞു കൊടുക്കടാ. നല്ല ജീവിതം ആക്കി പറയല്ലേ, നേരെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് കാണുന്നില്ലേ? എന്താണ് ഇങ്ങനെ? ഇപ്പൊ ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മിഥുവിന് എന്നെ കിട്ടിയതിലും എനിക്ക് മിഥുവിനെ കിട്ടിയതിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ ലൈഫ് ഭയങ്കര ഇത് ഞാൻ ഈ വീഡിയോ ഇന്ന് ലാസ്റ്റ് കാണും. അപ്പൊ ഞങ്ങളിത് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സുഖമായിട്ട് പോകുന്നു. ഇനി ഒരു എത്ര കൊല്ലം ഇനി
കൊല്ലം ഇതുപോലെ സന്തോഷവതിയായി ജീവിക്കും. അളിയ നെഞ്ചത്തെ കയറിച്ചത് പുഞ്ചിരി മാറാതെ കഴിഞ്ഞില്ലേ? എന്റെ ഇടയിൽ നിന്റെ സൈഡ് എന്ന് പറഞ്ഞു സൈഡൊന്നും പറയാനില്ല. നീ വന്നത് നീ ഇങ്ങോട്ടേക്ക് അപ്പുറം ചെയ്തു എന്റെ. പിന്നെ അല്ല നീ പിന്നെ വെറുതെ ശ്രദ്ധിച്ചോട് ഇവരൊക്കെ പോയി ചോദിച്ചു. എന്റെ കസിനോട് നീ ചോദിച്ചു. അത് എന്നോട് വന്ന് ചോദിച്ചു. നീ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് അയച്ച്. നീ തന്നെ ഇതിനെല്ലാം കാരണം. ഞാനങ്ങ് വളഞ്ഞു തന്നു. അല്ല ഇവൻ പ്രപ്പോസ് ചെയ്തിട്ട് ഏകദേശം ഒരു 1-2 മാസം എടുത്തു. ഓക്കെ, അപ്പം നമ്മളെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കഥ. പിന്നെ ഒന്ന് നീട്ടി വലിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പോയിട്ട് കുറച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഞാനില്ല വീഡിയോയില് അമ്മയുടെ വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. ഞാൻ അടുത്ത അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യട്ടെ. അടുത്ത ഞായറാഴ്ച ഇതോടെ എന്റെ ഒരു വർഷത്തേക്കുള്ള സ്കെഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അമൃത ആൻഡ് ബൈ മിഥുൻ.